ചിത്രയുടെ ഈ ഒരു യാത്രയിൽ, ഈ ഒരു ജേർണിയിൽ ഇതിന്റെ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ റിയലി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് യുവർ സക്സസ്. ഫസ്റ്റ് KAS ആണ്. സോ എന്തായിരുന്നു ഈ ഒരു KAS ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത്. എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്? നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഒരുവിധം കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ഇതിപ്പോ ഒരു നോർമൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ പോലെ ആയിരിക്കുമോ അതോ UPSC മോഡലിലേക്ക് ആയിരിക്കുമോ എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് പ്രിപ്പറേഷനിലും ആ ഒരു ആംബിഗ്യൂറ്റി എല്ലാവർക്കും ഉണ്ടായിരുന്നിരിക്കണം. അപ്പം ഞാൻ ഇതിനകത്തൊരു മിഡിൽ പാത്താണ് സ്വീകരിക്കാൻ നോക്കിയത്. കുറച്ച് ഫാക്ട് ഓറിയന്റഡ് ആയിട്ടും പോയി, കുറച്ച് UPSC ഓറിയന്റഡ് ആയിട്ടും പോകാനാണ് നോക്കിയത്. പ്രിപ്പറേഷൻ ജേർണി കംപ്ലീറ്റ്ലി നോക്കിയാൽ എനിക്ക് കുറച്ച് ടഫ് ആയിരുന്നു എന്ന് തന്നെ പറയണം. അത്യാവശ്യം നല്ല എഫേർട്ട് ഇടേണ്ടി വന്നു, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടിയും വന്നിട്ടുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇറ്റ് വാസ് എന്താ പറയാ, UPSC ലെവലിൽ തന്നെ വളരെ അത്രയും തന്നെ ക്വാളിറ്റി ഉള്ള, അത്രയും തന്നെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പരീക്ഷയായിരുന്നു. അതിന്റെ എല്ലാ ട്രയേഴ്സും എല്ലാ ലെവൽസും അതേപോലെ തന്നെ ടഫും ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ ആയിരുന്നു. ഓക്കെ, ഇപ്പോ നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ PSC ആദ്യമായിട്ടാണ് ഒരു എക്സാം നടത്തുന്നത്. അപ്പോൾ അതൊരു UPSC ആണോ PSC ആണോ എന്നുള്ള ആംബിഗ്യൂറ്റി ആണ് ഏറ്റവും ആദ്യം നമുക്ക് നിലനിന്നിരുന്നത്. പിന്നീട് അതിനുശേഷം അപ്പോൾ ഈ ത്രൂ ഔട്ട് ദി സ്റ്റേജസിൽ ചിത്രയ്ക്ക് ഏറ്റവും ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു ഫേസ് ഏതായിരുന്നു ഈ ഒരു 3 പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നതിൽ? എനിക്ക് ആക്ച്വലി പ്രിലിംസ് തന്നെയായിരുന്നു ടഫ് ആയിട്ടുള്ള ഒരു ചലഞ്ച്. കാരണം ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് എനിക്ക് പൊതുവേ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. മുമ്പ് തൊട്ടേ അതെ, എനിക്ക് അത്യാവശ്യം പാട് തന്നെയായിരുന്നു. അപ്പോൾ പ്രിലിംസ് ആയിരുന്നു എനിക്ക് വളരെ ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ യൂഷ്വലി ഞാൻ നമ്മൾ ഇന്റലിജന്റ് ഗസ്സിംഗ് എന്ന് പറയുന്നത് എനിക്ക് അത്ര ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല. ഞാൻ മിക്കവാറും ഗസ്സിംഗ് ഒക്കെ റോങ് ആയി പോവാറായിരുന്നു ആദ്യത്തെ പതിവ്. പക്ഷെ പ്രാക്ടീസ് ടെസ്റ്റുകൾ എടുക്കാൻ തുടങ്ങിയ ശേഷം ഡെഫിനറ്റ്ലി നല്ലൊരു വ്യത്യാസം കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു പ്രിപ്പറേഷനേക്കാട്ടിലും ഉപരി ആ ടെസ്റ്റ് എടുത്ത് ഒത്തിരി പ്രാക്ടീസ് ചെയ്തതാണ് അതിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു വലിയ ഫാക്ടർ. അപ്പം ഓവർ ടൈം എൻ്റെ ഗസ്സിംഗ് ഇംപ്രൂവ് ചെയ്തു. അപ്പോൾ ഒരു 50% ചാൻസ് ഉണ്ടെങ്കിൽ 50% എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി കൂടി വന്നു ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ. എനിക്ക് തോന്നുന്നു ഞാനൊരു ലാസ്റ്റ് പ്രിപ്പറേഷൻ സമയത്ത് ഡെയിലി തന്നെയും 2-3 ടെസ്റ്റ് വീതം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും. അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ എനിക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് ഇംഗ്ലീഷും മലയാളവും മാത്സും എനിക്ക് തോന്നുന്നു അത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ ഒരു ഡൗട്ടിലായിരുന്നു, അപ്പുറം വീഴുവോ അത് എന്താവും എന്നുള്ളത്. പക്ഷെ അത് 3ഉം എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് ഹാർഡ്ലി വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് തെറ്റിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. മാത്സ് എനിക്ക് തോന്നുന്നു മാത്സ് മാത്രം 1-2 ചോദ്യങ്ങളെ തെറ്റ് വന്നിട്ടുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി തന്നെ ഞാൻ ആൻസർ ചെയ്തിരുന്നു. അതാണ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ആ മാത്സും ഇംഗ്ലീഷും മലയാളവും അത് 3ഉം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അത് തരുന്ന കോൺട്രിബ്യൂഷൻ ഒത്തിരി വലുതാണ്.